ഹായ് ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് ഇരുന്നായിരുന്നു ഹീറോയിന്. അങ്ങനെ എല്ലാവരും കുറച്ച് അവരെല്ലാം നോക്കി വാവ് ഒരു ജോഡി നന്നായിട്ടുണ്ട്. ജിന്നിൻ്റെ അടുത്താണ്, ജിന്ന് ഹീറോയിൻ്റെ അടുത്തുണ്ട്. ഓ ഹസ്ബൻഡ് വൈഫാണ്. കുറച്ച് ആൾ പറയാൻ തുടങ്ങി ഹീറോയിന് താലിയൊന്നുമില്ല. അപ്പോൾ ആര് ചേട്ടനാണ് അങ്ങനെ ഒരു കുറച്ച് ആൾ ഇങ്ങനെ പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ. കണ്ണ് തുറന്ന് കേൾക്കുമ്പോൾ ഈ ജിന്നിനെ കണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇങ്ങനെ അവിടെ നിന്ന് പോയി. ഇനി ഇത് ആറമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആറമ്മക്ക് ഇവൾ എന്താ ഇവിടെ ചെയ്യുന്നത്. ആറമ്മ ഇവിടുന്ന് ഹീറോയിനെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. ബാക്കി നിങ്ങളിവിടെ ഇരുന്നു വന്ന് ഹീറോയി സാഡായിട്ട് പറയാൻ തുടങ്ങി. മാരേജ് നടന്ന എന്ത് ചെയ്യാം. അവനെ ഫ്രണ്ടിനോട് കഴിഞ്ഞിട്ട് ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് മച്ചേ, എന്നെ ഫോഴ്സ് ചെയ്ത് അവനെ മാരേജ് ചെയ്യിപ്പിക്കാം. അത് മാത്രമല്ല അവനോട് പ്ലേ ബോയ്, ഞാനെന്നെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഹീറോയി കല്യാണം നിൽക്കാൻ പോകുന്ന ചെക്കൻ്റെ പേര് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോ നമുക്ക് ഷോക്കായിരുന്നു. ഇവനാ അങ്ങനെ ആറും സെലക്ട് ചെയ്തു. ശരി നോക്കിക്കോളാം. അവിടെ നിന്ന് ഹീറോയി ഫുള്ള് സംസാരിക്കുന്നതെല്ലാം കേട്ടു. അങ്ങനെ 6 മെമ്പേഴ്സ് വിളിച്ചിട്ട് നടന്ന കാര്യം പറഞ്ഞു. ഓക്കെ നമ്മ വന്ന മിഷൻ നടന്നു, ശരി ഓക്കെടാ എന്ന് പറഞ്ഞു. അവർ പ്ലാൻ ചെയ്ത് മാതിരി ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുമ്പോൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോയിരുന്നു. പെണ്ണിങ്ങനെ ഹീറോയും എല്ലാം നടന്നു വന്നു. 7 പേർ അവിടെ ഇരുന്നു ഹീറോയിനെ നോക്കിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഹീറോയി സ്റ്റേജിൽ കയറാൻ പോകുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു പോലീസ് വന്നു. അങ്ങനെ ഹീറോയും മങ്ങളേക്ക് വന്ന ചെക്കനെ കോളർ പിടിച്ചു. അവരെല്ലാം ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ആ ചെക്കൻ അമ്മയെ കണ്ടത് പോയി പളന്നൊരടി വെച്ച് അടിച്ചിട്ട് പറയാൻ തുടങ്ങി. നിങ്ങളൊരു അമ്മ ആയിട്ട് അവർ ആഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവരൊരു ബിസിനസ് ഇങ്ങനെ ഒരു കല്യാണം കുറേ ഗേൾസിനല്ലേ കല്യാണം കഴിച്ചാൽ അവരിൽ പണം സ്വത്തുമേങ്ങ ഇതുകൊണ്ട് അച്ഛനും അമ്മയൊന്നുമില്ല. ഇങ്ങനെ ഇങ്ങനെയല്ല പറയാൻ തുടങ്ങി. ഇവർ ഒരു കല്യാണം ആരുടെ വീട്ടിലെല്ലാം പണമുണ്ട്. അങ്ങനെ അവരെല്ലാം കല്യാണം കഴിച്ച് ഇവന് സ്വത്തെല്ലാം ഇതാക്കുക തട്ടിയെടുക്കുക അങ്ങനെ തന്നെ പറഞ്ഞ് അവർ പോലീസ് ഇവിടുന്ന് എടുത്തോണ്ട് ഹീറോയിൻ്റെ അച്ഛനക്ക് നെഞ്ഞിൽ ഹാർട്ട് കൈ വെച്ച് അയ്യോ എൻ്റെ മോക്ക് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ സാഡായിട്ട് ഇരുന്നാൽ തുടങ്ങി. ശരി അമ്മ അതിൽ ഒരു പറഞ്ഞു അത് അങ്ങനെയായിട്ട് ഒരു കല്യാണം നടക്കാൻ പോകുന്നു. അതൊരു ഇങ്ങനെയായിട്ട് ഹീറോ സാഡായിരുന്നു. അങ്ങനെ 7 പേർ ഹീറോയിനെ നോക്കിയായിരുന്നു ശ്രദ്ധിച്ചിട്ട്. അവർ 7 പേർ നോക്കാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ 7 പേർ നടന്ന് ഹീറോയുടെ അടുത്ത് വന്നു. സാർ നിങ്ങളാണോ ചോദിച്ചത്. ജിൻ വന്നത് സാർ എന്ന് പറഞ്ഞു. ജിന്ന് കേസ് കഴിയിട്ട് ഹീറോയിനെ അങ്ങനെ ഇങ്ങനെ ഓരോ നാൾ ഹീറോയിന് 7 പേരാണ് ഹീറോയിന് മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഷോക്കായി ഹീറോയിൻ നോക്കാൻ തുടങ്ങി. 7 പേരും മാരേജ് കഴിച്ചു ഹീറോയ്ക്ക് ഇടിയുണ്ടായിരിക്കുക. ഇത് അച്ഛനമ്മക്കോട് ഷോക്കായിരുന്നു. അങ്ങനെ വന്നവരെല്ലാവരും പോയിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നവരെല്ലാം പോയായിരുന്നു. ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബുദ്ധൊന്നും ഒടുക്കെ മയങ്ങി വീണു. ഹീറോയിൻ്റെ ഫ്രണ്ട് വായിക്ക് 2 പേർ കൈ വെച്ച് എന്തടി ഇവിടെ നടക്കുന്നത്. ഇവ പറഞ്ഞ മതി കല്യാണം കഴിച്ചല്ലോ എന്ന് പറഞ്ഞ ഷോക്കായി. അങ്ങനെ ഫ്രണ്ട് റോസി പറയാൻ തുടങ്ങി. എടി ഞാൻ ജിന്നിനെ മാരേജ് കഴിക്കാൻ നിച്ച് പോയി. അങ്ങനെ റോസി പറയായിരുന്നു. കീർത്തി പറയാൻ തുടങ്ങി. മച്ചി ഞാൻ ആറമ്മിന് മാരേജ് കഴിക്കാൻ നിച്ച് പോയി. ഇവരെന്താണ് ഇവരെ കല്യാണം കഴിച്ചതെന്ന് ഷോക്കായിരുന്നു. അതെ അവർക്ക് കുറച്ച് ക്രഷ് ഉണ്ടായിരുന്നു. ലവ് ഒന്നുമില്ലായിരുന്നു, കുറച്ച് ക്രഷ് ഉണ്ടായിരുന്നു. ശരി ഒരുവേള നമുക്ക് ലവ് വന്നാൽ അവർക്ക് മാരേജ് കഴിച്ചോളാം എന്ന് മറച്ച് നിൽച്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് 7 പേർ മാരേജ് ചെയ്യും. ഹീറോയിനെ ഞാൻ എഴുതിയിട്ട് കൊണ്ടുവന്നോക്കെ ഹീറോയിനെ മമ്മിയോട് പറഞ്ഞു. അങ്കിൾ ആൻറ്റി ഇത് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ വന്നത് എന്തിനാണ് നടന്ന കാര്യം അവർ പറയാൻ തുടങ്ങി. ഇവൻ നിറയെ ചേച്ചി അത് മാത്രമല്ല ഇവന് കുറേ പ്രശ്നമുണ്ട്. അങ്ങനെയായിട്ട് നിങ്ങളാരപ്പ എന്ന് പറഞ്ഞിരുന്നു. നമ്മളിൽ പറഞ്ഞാൽ ഇവനെ നമ്മളോട് കമ്പനി ജോബ് ചെയ്തുകൊണ്ടായിരുന്നു. ഇവനെ നമ്മളുടെ പണം എടുത്ത് തട്ടിയെടുത്തോണ്ട് ഇവനോട് ഓടി വന്നത്. അതുകൊണ്ട് ഇവനെ കണ്ടുപിടിച്ച് ഞങ്ങൾ വന്നതാ എന്ന് പറഞ്ഞു. അത് ഷോക്കായിരുന്നു. അതെ ഇവനകത്തിടണം. അങ്ങനെ എൻ്റെ ഫാമിലിയും അതെ അങ്ങനെയായിട്ട് നിറയെ ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്ന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഒരു ഗോൾ വന്നായിരുന്നു. അതെ അതൊരു പ്രൊപ്പോസറാണ് ഇവരെ പറഞ്ഞതാ. അങ്ങനെ ആ പ്രൊപ്പോസർ പറഞ്ഞു തുടങ്ങി. അതെ ഞാനവിടെ ആ കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന് വന്നത് എനിക്കറിഞ്ഞായിരുന്നു. ഞാൻ ഇവനും ഒരേ ജോലി ചെയ്യുന്നതായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. അതെ അങ്ങനെ 7 പേർ വന്നു തുടങ്ങി. ഞങ്ങളൊരു കമ്പനിയിൽ CEO ആണെന്ന് 7 പേർ പറയുന്നത്. ഇത് കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് അച്ഛനൊക്കെ ഷോക്കായിരുന്നു. CEO ആണോ, അതെങ്ങനെ സെറ്റാവും, നിങ്ങൾ CEO ഞങ്ങൾ നോർമൽ അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങിയാണ്. അങ്ങനെ ആടുമാർ പറയാൻ തുടങ്ങി. 7 പേർ വന്നു തുടങ്ങി. ഇവളൊക്കെ ഞങ്ങളെ പിടിക്കുമെന്ന് ഞങ്ങൾക്കറിയും എന്ന് പറഞ്ഞു. ഇത് ഷോക്കായി. ഇത് റോസി തണ്ണി കുടിക്കാൻ ഇരിച്ചായിരുന്നു. റോസി തുപ്പി നടത്തുക. ഇതൊരു തണ്ണി കുടിക്കായിരുന്നു. ഇത് കേട്ട് പൂജ ജ്യൂസ് കുടിച്ചായിരുന്നു. ജ്യൂസും തുപ്പി. ഇത് 2 പേർ തിരിഞ്ഞ് ഹീറോയിനെ നോക്കാം. ഹീറോയിനെ ആറമ്മിനോട് നോക്കാൻ തുടങ്ങി. 7 പേർ ഇതെപ്പോൾ ഇങ്ങനെവർക്ക് അറിയും എന്നൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ റോസിയോട് പറയുന്നത് ആറും ഇതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചതാ.
അതെ, ഇപ്പോൾ ഡേയ്സ് ഫ്ലവർ കൊണ്ടുവന്നിട്ട് വെക്കുക, ലെറ്റർ വെക്കുക, അതൊന്നും അറിയാതെ വെച്ച് പോയോ? അത് വെക്കല്ല. ആറമ്മ വന്ന് എൻ്റെ ഫോൺ മറന്നു പോയി എന്ന് ആറമ്മ വന്ന് നോക്കുമ്പോൾ ഹീറോ വെക്കുന്നത് കണ്ടായിരുന്നു. അപ്പം ആറമ്മ മനസ്സിലായി ഇവളാണ് വെക്കുന്നത്. അതെ, ഇവൾക്ക് ഞങ്ങളെ പിടിക്കുമെന്ന് അറിയും. അത് മാത്രമല്ല ഇവൾക്ക് എന്നെ പിടിക്കുമെന്ന് അറിയും. എനിക്ക് ഇവളെ പിടിക്കുമെന്ന് അവർ 7 പേർ പറയാൻ തുടങ്ങിയായിരുന്നു. ഇത് കേട്ട് ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. അവർ പറയാൻ തുടങ്ങി ഓക്കെ. അങ്ങനെ ഹീറോയിൻ അവർ വീട്ടിലൊക്കെ വന്നു. ഹീറോയിൻ ഇപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ആറം പറയാൻ തുടങ്ങി ഇത് സാർ നിങ്ങൾ മാരേജും പറഞ്ഞു. ആറം പറയാൻ തുടങ്ങി ശരി ഓക്കെ ഞങ്ങൾ പറഞ്ഞോളാം. എന്നെ ആറം പറയാൻ തുടങ്ങി ജിൻ ഫസ്റ്റ് നീ പറഞ്ഞോ. ഫസ്റ്റ് ജിമിൻ നീ പറഞ്ഞോടാ എന്ന് പറഞ്ഞു. ജിമിൻ നീ അല്ല ഫസ്റ്റ് സ്റ്റാർട്ട്. ജിമിൻ പറയാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും ഹാപ്പിയായി കൊറിയയിലുണ്ടായിരുന്നു. അതെ, ജിമിൻ പറയാൻ തുടങ്ങി ഞാൻ യഥാർത്ഥം മൊബൈൽ നോക്കിയായിരുന്നു. അപ്പോഴാണോ ഇവളെ വീഡിയോ വന്നത്. അത് മാത്രമല്ല ഇവളെനിക്ക് പിടിക്കും. ജങ്കുക്ക് പറയാൻ തുടങ്ങി ഞങ്ങളും അതാണ്. അങ്ങനെ ഒരു ആപ്പ് ഒരു ചാനൽ നെയിം പറയാൻ തുടങ്ങി. ആ ചാനൽ അതേകൊണ്ട് ആ ചാനൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നിനക്ക് വേണ്ടി നിൻ്റെ ലാംഗ്വേജ് ഞങ്ങൾ കഷ്ടപ്പെടും. എൻ്റെ ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കഷ്ടപ്പെട്ട് ലാംഗ്വേജ് പഠിച്ചു. അതുമാത്രമല്ല ഞങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു. അവൻ ഇന്ത്യ ബോയ്. അതുകൊണ്ട് അവൻ നീ ഉള്ള പ്ലേസിലാണ് അവനുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു. അതുകൊണ്ട് നിന്നെ ഫുൾ ടേറ്റേഴ്സായി ജങ്കുക്ക് പറയുന്നത് ഞാൻ ബെസ്റ്റ് ഒരു ഹാക്കറാണ്. ഇതുകൂടെ ഹീറോ ഷോക്ക്. ഹാക്കറാ? യെസ് ഹാക്കറാണ്. നടന്ന കാര്യമെല്ലാം പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് നീ ഉള്ള പ്ലേസിലാണ് ഉള്ളത് എനിക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഇവൻ നിന്നെ മാരേജ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊരു ഓൾറെഡി ന്യൂസ് വന്നായിരുന്നു. ഇവൻ പ്ലാൻ ചെയ്യാൻ അവൻ്റെ നെക്സ്റ്റ് പ്ലാൻ നിന്നെ മാരേജ് കഴിക്കാൻ പോകുന്നത് പ്ലാനായിരുന്നു. അങ്ങനെയായിട്ട് 7 പേരെ തുടങ്ങി. അതേപോലെ ഞങ്ങൾക്ക് നിന്നെ മേലെ കുറച്ച് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. ഞങ്ങൾ 7 പേര് നിന്നെ മേലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ അതെ യഥാർത്ഥം നീ ഐസ്ക്രീം ഷോപ്പിലുണ്ടായിരുന്നല്ലേ. അതിനായിട്ട് പറയാൻ തുടങ്ങി ഐസ്ക്രീം ഷോപ്പ്. അതെ, ഞങ്ങൾ വേണമെന്ന് നീ വന്നതായിരുന്നു. അതെ, അതിൽ ജേഹൂപ്പ് ടെൻഷനായിട്ട് വരാൻ പറഞ്ഞത് ഹീറോയിനെ മാരേജ് കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല. ജേഹൂപ്പ് ടെൻഷനായിരുന്നു. നടന്ന കറി പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കണ്ണ തുറന്നായിരുന്നു ഹീറോയ്ക്കെല്ലാം കേട്ടായിരുന്നു. ഹീറോയെ ഹാപ്പി ആയിട്ട് അവർ നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹാപ്പി ചെയ്തായിരുന്നു 7 പേര് ഹാപ്പി ആയിട്ട് ഹീറോ ആക്ട് ചെയ്തു. ഹലോ ബേബി എന്ന് അവർ 7 പേര് പറഞ്ഞു. ഹാപ്പി എൻഡിങ്